അടിയന്തര പ്രമേയ നോട്ടീസുകൾ അനുമതി നൽകുന്നത് സംബന്ധിച്ച് ചട്ടം 52 ക്ലോസ് 9, 53 എന്നിവ അനുസരിച്ച് ഈ നോട്ടീസ് അനുമതി നൽകാൻ കഴിയില്ല എന്നറിയിക്കുകയാണ്. നോ മോഷൻ വിച്ച് സീക്സ് ടു റേസ് ഡിസ്കഷൻ ഓൺ എ മാറ്റർ പെൻഡിംഗ് ബിഫോർ എനി സ്റ്റാറ്റ്യൂട്ടറി ട്രിബ്യൂണൽ ഓർ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി പെർഫോമിംഗ് എനി ജുഡീഷ്യൽ ഓർ ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ഓർ എനി കമ്മീഷൻ ഓർ കോർട്ട് ഓഫ് ഇൻക്വയറി appointed to inquire into or investigate any matter shall ordinarily permitted to be moved. Order. അദ്ദേഹം ഒളിച്ചോടുകയാണ് ഉണ്ടായത്. നിയമസഭയിൽ പോലും ഇന്ന് വന്നില്ല. ആർത്തി പാടില്ല. ആർത്തിയാണ് നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നത്. മനസമാധാനം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല തുടങ്ങിയ ആർത്തി പ്രഭാഷണത്തിൻ്റെ പരമ്പരയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ അഴിമതിയാണ്. ഈ അഴിമതി അന്വേഷണത്തിൽ ഗൗരവതരമായ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. എക്സലോജിക്ക് പ്രശ്നം യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൽ നിന്ന് പിണറായി വിജയനെ കുറച്ചാൽ പിന്നെ ഇല്ല. അച്ഛൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് മോളെ പേരിലാണ് വരുന്നതെങ്കിലും അത് അച്ഛനിലേക്ക് എത്താനാണല്ലോ. അത് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. എക്സലോജിക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ആ കേസ് തന്നെ നൽകിയിട്ടുള്ള ഷോൺ ജോർജിന് BJP അംഗത്വം നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആവിഷ്കാരം ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന് പറയും പോലെ സ്പീക്കർ പറയുന്നു പിണറായിയെ പറ്റി ഒരക്ഷരം മിണ്ടരുതെന്ന്. ട്രഷറി ബെഞ്ചിന്റെ സംഗീതത്തിന് പക്കമേളം വായിക്കേണ്ട ആളാണോ സ്പീക്കർ? എൻ ഷംസീർ ആലോചിക്കണം. PVN കമ്പനിയെ പറ്റിയുള്ള ചർച്ച നടക്കേണ്ട സ്ഥലമായിരുന്നു നിയമസഭ. അതനുവദിക്കാതെ കടക്ക് പുറത്തെന്ന് പറയാൻ CPIMന്റെ തറവാട്ട് സ്വത്തല്ല നിയമസഭ. നോട്ടീസ് പോലും അനുവദിക്കാതെ സ്പീക്കർ കാട്ടിയ അത്യുത്സാഹം ആരെ സംരക്ഷിക്കാനാണ്? കോടതിയുടെ പരിഗണനയിലിരുന്ന എത്ര വിഷയങ്ങൾ സഭ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കോടതിയുടെ മഹത്വം കെടുത്തുന്നില്ല. കാരണം ജനകീയ കോടതിയാണ് നിയമസഭ. ജനം കേൾക്കേണ്ടാത്ത ഒന്നും ജനാധിപത്യത്തിൽ ഇല്ല, ഉണ്ടാകാൻ പാടില്ല. അത് മറന്നു സ്പീക്കർ. സ്പീക്കറെ മയക്കുവെടി വെച്ചു പിണറായിയുടെ ടീം. 146 MPമാരെ പുറത്താക്കി നിയമങ്ങൾ ചുട്ടെടുക്കുന്ന മോദിയുടെ പാർലമെന്റും പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന പിണറായിയുടെ നിയമസഭയും സയാമീസ് ഇരട്ടകളായി ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നു. ഇവിടെ ചെങ്കോലില്ല എന്ന വ്യത്യാസമേ ഉള്ളൂ. മനോഭാവത്തിന്റെ ചെങ്കോൽ അദൃശ്യമായി ഈ സഭയിലും ഇടം പിടിച്ചിരിക്കുന്നു. അത് അനുവദിക്കണോ? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. ഇതെന്ത് നിയമസഭ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPIMൽ നിന്നും K അനിൽകുമാർ, കോൺഗ്രസിൽ നിന്ന് ജ്യോതികുമാർ ചമക്കാല, BJPയിൽ നിന്ന് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിലെ പരാതിക്കാരൻ കൂടിയായ ഷോൺ ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ CR നീലകണ്ഠൻ എന്നിവരാണ് എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ K അനിൽകുമാർ, എന്തിനാണ് പ്രതിപക്ഷത്തെ ഭയം? നിങ്ങളൊരു ചാനൽ നടത്തുമ്പോൾ ഒരു കെട്ടുകഥ പറയാൻ വേണ്ടി ഇങ്ങനൊരു ചർച്ചയിൽ ഇൻട്രോ പറയരുത്. PVN കമ്പനി അതെവിടുന്ന് കിട്ടിയ പേരാ? എനിക്ക് തീരെ മനസ്സിലായില്ല. വേണുവിന് എവിടുന്ന് കിട്ടിയ പേരാന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. അല്ല, നിങ്ങളിത് കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളിത് കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യുന്നില്ല. ഇത് പ്രതിപക്ഷത്തിന്റെ ബാനറാണ്, പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യമാണ്. ഞാനങ്ങ് പറയട്ടെ. PVN കമ്പനി അത് വേണു ഏറ്റെടുത്തുകൊണ്ടാണല്ലോ വേണു അത് ഛർദ്ദിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഏറ്റെടുക്കാത്തതുകൊണ്ട് ഇവിടെ ഛർദ്ദിക്കില്ലല്ലോ. പ്രതിപക്ഷത്തിന്റെ ബാനറാണെന്നല്ലോ പറഞ്ഞത്. നിങ്ങളുടെ ഇൻട്രോ അല്ലേ? ഞാൻ നിങ്ങളുടെ ഇൻട്രോയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന ഇൻട്രോയിൽ സയാമിസ് ഇരട്ടകളുണ്ട്, PVN കമ്പനിയുണ്ട്. നിങ്ങൾക്ക് തിരിച്ചൊന്നും തോന്നുന്നില്ല. ഞാൻ തിരിച്ചൊന്നും ചോദിക്കാം. എന്താ തിരിച്ചു ചോദിക്കേണ്ടത്? ഈ ബാനർ പിടിച്ച വിദ്വാൻമാരാരാണ്? ബാനർ പിടിച്ച വിദ്വാൻമാര് കരിമണൽ കമ്പനിയിൽ നിന്നും കോടികൾ കടത്തിക്കൊണ്ടുപോയി, കരിമണൽ കടത്തിയ പോലെ കോടികൾ കള്ളപ്പണം കടത്തി എന്ന് BJPയുടെ നേതൃത്വത്തിലുള്ള നിർമ്മലാ സീതാരാമന്റെ കീഴിലുള്ള ഇന്റർവ്യൂ സെറ്റിൽമെന്റ് എഴുതി വെച്ചിരിക്കുന്ന വീരന്മാരാണ്. ഞങ്ങൾ ആ പൈസ കിട്ടി എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആ കാശ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ഈ കള്ളപ്പണം പിരിക്കാൻ ഏൽപ്പിച്ചത് ഉമ്മൻചാണ്ടിയാണ്.
കള്ളപ്പണം വീഴിക്കാൻ ഏൽപ്പിച്ചത് രമേശ് ചെന്നിത്തലയാണ്. അവർ നന്നായിട്ട് ആ കള്ളപ്പണം കരിമണ കമ്പനിയിൽ നിന്ന് ചുവന്നുകൊണ്ട് ഞങ്ങളുടെ ആപ്പീസിൽ കൊടുത്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട VD സതീശൻ എന്ന് പറഞ്ഞു. ഇത്രയും പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ ഒരു വിശുദ്ധ പുസ്തകം പോലെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങ് പറയുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത് സഭയിൽ പറഞ്ഞുകൂടാ? നാടൊട്ടുക്ക് കേൾക്കണ്ടേ? നിയമസഭ എന്ന് പറയുന്നത് ചാനൽ ചർച്ചാ മുറിയല്ലല്ലോ, അതൊരു പൊതുസ്വത്തല്ലേ. അവിടെയാണ് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നത്. അതാണ് പ്രശ്നം. അതിനാണ് ഉത്തരം പറയുന്നത്. ദയവായി കേൾക്കൂ സാർ. ദയവായി ഒന്ന് കേൾക്കൂ സാർ. അപ്പോ ബഹുമാനപ്പെട്ട വേണുവിന് ചോദിക്കാം, എന്താ ചോദിക്കാം, ഉമ്മൻചാണ്ടി ആൻഡ് കമ്പനി കൊണ്ടുവന്ന പണം കിട്ടിയോ KPCC ആഫീസിൽ? KPCC അക്കൗണ്ടിൽ അതുണ്ടോ? ചില്ലറക്കാശല്ല കേട്ടോ, കോടികളാണേ. ഏതാണ്ടൊരു 140-150 കോടിയുടെ പരിപാടിയാണെന്ന് പറയണത്. പിന്നെ മാധ്യമങ്ങൾക്ക് ഒരു 18.5 കോടി രൂപ, അതിൽ 24 കിട്ടിയോ? കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളിൽ എത്ര എണ്ണത്തിന് കിട്ടി? BJPയുടെ ഒരു പത്രത്തിന് കിട്ടിയിട്ടുണ്ട്, ജന്മഭൂമിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ നന്ദി അവർ കാണിച്ചതിന് BJPയുടെ ആ പത്രം നടത്തിക്കൊണ്ടിരുന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ നാട്ടിലുണ്ട്. BJPക്കാർ കാശ് കിട്ടിയതാ. പിന്നെ കാശ് കിട്ടിയ ഒരു കൂട്ടരാരാണ്? രമേശ് ചെന്നിത്തല. അപ്പൊ നമുക്ക് എന്ത് വേണം? നിങ്ങളുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനം കോൺഗ്രസിന്റെ ഈ കാലഘട്ടത്തിൽ 2013 മുതലുള്ള കോൺഗ്രസിന്റെ അക്കൗണ്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതിൽ ഈ കാശുണ്ടോ? കാശിലെ അഴിമതിക്കാരായ നേതാക്കന്മാർ വീട്ടിൽ കൊണ്ടുപോയി. നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഞങ്ങൾ ആ കടലാസ് പിടിക്കുന്നില്ല. അതിനാ കാരണം എന്താണ്? ഇവിടെ ചർച്ച ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആ കടലാസ് പിടിക്കുന്നില്ല. പിടിക്കാത്തതിന് കാരണം കൃത്യമായിട്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, ഒന്നാമത്തെ കാര്യം, ഈ പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോൾ ഇവിടെ ശബ്ദം കേൾപ്പിച്ചല്ലോ നിങ്ങൾ. ആ ശബ്ദം കേൾപ്പിച്ചതിൽ ഒരു കാര്യം പറയുകയാണ്, അധികാരം ദുരുപയോഗം ചെയ്തു. ഞാൻ ഇന്ന് വേണുവിനൊരു പൊന്മോതിരം ഇട്ട് തരാം, സ്വർണം കൊണ്ടൊരു മോതിരം ഉണ്ടാക്കിയിട്ട് തരാം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് തെളിവ് ഹാജരാക്കണം. എന്താണെന്നറിയോ? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി 7.5 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അധികാരം ദുർവിനിയോഗം ചെയ്തതിനോട് തെളിവ്. കരിമണൽ കമ്പനിക്ക് മാത്രം വേണ്ടെന്ന്. കരിമണൽ കമ്പനിക്ക് മാത്രം ഇതൊക്കെ വിശദീകരിച്ചോളൂ. അതിന് ജ്യോതി മറുപടിയും പറയട്ടെ. പക്ഷെ പ്രാഥമികമായി ജനാധിപത്യ കേരളം ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. അതിനാദ്യം മറുപടി പറഞ്ഞിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചോളൂ. നിയമസഭയിൽ അല്ല, ഒരു സെക്കൻഡ്. ജ്യോതികുമാർ ചാമക്കാലയോടും പ്രതിപക്ഷ നേതാവിനോടുമൊക്കെ ഒരു പിടി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിയമസഭയിൽ അത് സാധ്യമാകുന്നില്ല? ഞാൻ പറയട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അധികാരമുള്ള ഒരു കേന്ദ്രങ്ങളിലും നിങ്ങൾ പ്രതിപക്ഷ ശബ്ദം അനുവദിക്കില്ല. അത് തന്നെയാണ് അതിന്റെ സന്ദേശം. അതിവിടെ നടക്കില്ല ശ്രീകുമാർ. അല്ല, അത് നിങ്ങൾ വിധിക്കാതെ വേണു. ഞാൻ ഇന്ന് കേരളം കണ്ടതല്ലേ അത്? ഇന്ന് കേരളം കണ്ട കാര്യമല്ലേ അത്? ഞാൻ പറയട്ടെ ഒരു സ്വർണ്ണമോതിരം തന്നെ. ഞാൻ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയും മിസ്റ്റർ വേണു. പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം നിങ്ങൾ കേൾപ്പിച്ചു. അദ്ദേഹത്തിന്റെ വാചകം ഞാൻ പറയാം. അതായത്, അധികാരം ദുർവിനിയോഗം ചെയ്തു പിണറായി വിജയൻ. ഞാൻ ഈ ചർച്ചയിൽ നിങ്ങൾ പറയുന്നതിന് എന്തിനും കീഴടങ്ങാം. തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. അല്ല, എനിക്ക് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അങ്ങയോട് വഴങ്ങാത്ത ചോദ്യം. 2, അങ്ങയുടെ ചോദ്യത്തിന് വഴങ്ങിയുള്ള എന്റെ മറു ചോദ്യം. ആദ്യത്തെ കാര്യം ഞാൻ ആവർത്തിക്കുന്നു, നിയമസഭയിൽ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ജനാധിപത്യാവകാശം, അവരിലൂടെ പൊതുവായി കേരള സമൂഹത്തിന് അറിയേണ്ട കാര്യങ്ങൾ, അത് നിങ്ങൾ നിരാകരിക്കുന്നു? ഇനി പൊന്മോതിര ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതിനു മുൻപ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ഏതെങ്കിലും ഒരു കേന്ദ്ര അന്വേഷണ സംവിധാനത്തിന്റെ, പരിശോധനാ സംവിധാനത്തിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ കളങ്കിത മുദ്രയോടുകൂടി പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? ദയവായി കേൾക്കൂ. ഇനി കേൾക്കണേ, സമാധാനമായിട്ട് കേട്ടോണേ. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരാ കിടക്കുന്നതിൻ്റെ അകത്ത്. ഈ റിപ്പോർട്ടിൽ കിടക്കുന്നത് 2013 കാര്യമാണ്. ആ 2013 ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, LDF അല്ലെന്ന് മുഖ്യമന്ത്രി. അന്നത്തെ പോലുള്ള കേസാണ് കിടക്കുന്നത്. ഞങ്ങളുടെ പോയിന്റ് എന്താണ്? മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെ പേര് അവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ പറയണ പോയിന്റ് ഇത്രേ ഉള്ളൂ, സിമ്പിൾ തിങ് ആണ്. ഇത് കേരളത്തിൽ BJPക്കാരുണ്ടാക്കി വെച്ച ഒരു സാധനമാണ്. ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ കടലാസ് എന്ന് പറയുന്നത് കീറക്കടലാസാണ്. രാഷ്ട്രീയമായി ഞങ്ങൾക്കെതിരായി ഉപയോഗിക്കാൻ ഒരു കീറക്കടലാസ്. ആ കീറക്കടലാസിന് കീറിക്കളയാനുള്ള വില പോലുമില്ല.
അതിനെന്താ കാരണം എന്താണ്? അത് വെച്ചൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത്, കുരയ്ക്കാൻ പറ്റുന്ന കുറെ പട്ടിയുണ്ടെങ്കിൽ ആ പട്ടികളെ അഴിച്ചുവിടാൻ ഞങ്ങൾക്കെതിരെ. പക്ഷെ ഏത് പട്ടി ഞങ്ങൾക്കെതിരെ കുരയ്ക്കാൻ വന്നാലും ഞങ്ങളേത് ബാധിക്കാത്തതിന് കാരണം ഞങ്ങൾക്കതുമായിട്ട് ബന്ധമില്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് 150 കോടി രൂപയുടെ ക്രമക്കേട് ഉമ്മൻചാണ്ടിയെക്കുറിച്ച്, ചെന്നിത്തലയെക്കുറിച്ച്, മാധ്യമങ്ങളെക്കുറിച്ച്, അമ്പലങ്ങളെക്കുറിച്ച്, ആരാധനാലയങ്ങളെക്കുറിച്ച് ഒരു കടലാസിൽ BJP-ക്കാർ എഴുതി വെച്ചു. നിർമ്മല സീതാരാമന്റെ ബാല്യക്കാർ എഴുതി വെച്ചു. അതിന്റെ ഇങ്ങേയറ്റത്ത് പിണറായി വിജയന്റെ മകളുടെ പേരും ഒരു കമ്പനിയുടെ പേരും എഴുതി വെച്ചു. വെച്ചോട്ടെ, ഞങ്ങളെ സ്വർണ്ണക്കള്ളക്കടത്ത് പറഞ്ഞ് അപമാനിച്ചല്ലോ, ബിരിയാണി ചെമ്പ് പറഞ്ഞ് അപമാനിച്ചല്ലോ, കുറെ അപമാനങ്ങൾ ഞങ്ങൾ കേട്ടല്ലോ. കോടിയേരിയുടെ മകനെ 1 കൊല്ലം ജയിലിൽ കൊണ്ടിട്ടല്ലോ. ഇന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നല്ലോ, വേണു ഞെട്ടിയില്ലല്ലോ. അപ്പൊ എന്താണ്? ഇതൊക്കെ ഞങ്ങൾ പതിവാണ്, ഞങ്ങൾ കേൾക്കുന്ന പതിവാണ്. തിരിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം തരണം. അങ്ങ് പറയുകയുണ്ടായി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ വൈദ്യുതി മന്ത്രിയായിരുന്നയാളിന്റെ കേമത്തരങ്ങളെല്ലാം പറയുന്ന CAG റിപ്പോർട്ടും ഇതേ സഭ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ല, ഒരു സെക്കൻഡ്. ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഇവിടെ എന്തോ ഒരു കീറക്കടലാസ്, കുരയ്ക്കുന്ന പട്ടി എന്നൊക്കെ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനുള്ള മറുപടി അല്ലല്ല ശ്രീകുമാർ, അങ്ങനെയല്ല. അല്ലല്ല, സ്പീക്കർ ചമയരുത്, ട്രഷറി ബെഞ്ച് ചമയരുത്. ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട്. അല്ലല്ല, ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ടെന്ന്. എന്നിട്ട് വരാം. എല്ലാ ഉത്തരവും ആദ്യം ഒന്ന് പറഞ്ഞ് തീർക്കണ്ടെന്നേ. ശ്രീ ജ്യോതികുമാർ ചമക്കാല, മറുപടി. പ്രതിപക്ഷത്തിനോട് ഇവിടെയും അസഹിഷ്ണുതയോ? അല്ല, പ്രതിപക്ഷത്തിനോട് ഇവിടെയും അസഹിഷ്ണുതയോ? ഒന്ന് കേൾക്കാൻ ശീലിക്കുന്നേ. വേണു, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കുരയ്ക്കുന്നത് ആരാണെന്ന് കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അതിനപ്പുറത്തേക്ക് ഒന്നും പറയുന്നില്ല. കുരയ്ക്കുന്നത് ആരാണെന്നും ആ കുരയ്ക്കുന്ന ഏത് മൃഗമാണെന്നും ആ മൃഗത്തെ ആരുമായിട്ടാണ് ഉപമിക്കേണ്ടതെന്നൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അത് അനിൽകുമാറിന്റെ യുക്തിക്ക് വിട്ടുകൊടുക്കുന്നു. അദ്ദേഹം വീട്ടിൽ പോയിരുന്നു ആലോചിക്കട്ടെ. ഞാൻ ഇനി വസ്തുതയിലേക്ക് വരാം. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എക്സാലോജിക്ക് അല്ലെങ്കിൽ പിന്നെ PV ആൻഡ് കമ്പനി എന്താണ്, എവിടെ നിന്ന് വന്നു എന്നാണ് ചോദിക്കുന്നത്. PV എന്നാൽ താങ്കൾ ഇപ്പോൾ ഇങ്ങനെ ഉദ്ധരിച്ച് പറഞ്ഞ ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിനകത്ത് വളരെ സ്പെസിഫിക് ആയി പറഞ്ഞിരിക്കുന്നു. ആ ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ പരിഗണനയ്ക്ക് വന്നത് CMR-ലും അതുപോലെ തന്നെ ഇൻകം ടാക്സും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടാണ്. അത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ അവിടെ പരിഹരിക്കപ്പെടുകയാണ്. അങ്ങനെ പരിഹരിച്ച് ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവ്, ആ ഉത്തരവ് വരുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് AK ബാലനും അതുപോലെ തന്നെ MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. പക്ഷെ PV എന്നാൽ പിണറായി വിജയൻ അല്ലാന്ന് പറയുന്നു. ശ്രീ അനിൽകുമാറെ, ആ ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഉത്തരവിൽ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനാണ് PV എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മാത്രം ബാധകമല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ രമേശ് ചെന്നിത്തലയെ കുറിച്ചും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെ കുറിച്ചൊക്കെ പറഞ്ഞു. അവർ പാർട്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവർ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഈ 212 അനുസരിച്ചുള്ള അന്വേഷണം അവർക്ക് നേരെയും വരുന്നുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ അത് ഏറ്റെടുത്തു, പിണറായി വിജയൻ പറയുന്നത് PV താനല്ല എന്ന്. അതെ, ആ ഛർദി കോരിയത് ആരാണ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ശ്രീ അനിൽകുമാർ. പക്ഷേ അങ്ങയുടെ പ്രയോഗമാണ്, അല്ല ഞാൻ എന്തെങ്കിലും ഒരു ദുസൂചനയുടെ പറഞ്ഞതല്ല. ആ ഛർദി കോരിയത് ആരാണ്, ആ ഛർദി കോരി നടക്കുന്നത് ആരൊക്കെയാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. ശ്രീ ജ്യോതി തുടർന്നോളൂ. അല്ല അതങ്ങ് നോക്കിയാൽ മതി. അതങ്ങ് നോക്കിയാൽ മതി എന്നേ. അല്ല, താനല്ല PV എന്ന ഛർദി കോരിയത് ആരാണ് എന്നങ്ങ് പരിശോധിച്ചാൽ മതി. ശരി ശ്രീ ജ്യോതി. ഞാനല്ലാതെ പറഞ്ഞു. അതെ, എന്റെ അവസരമാണല്ലോ. ഞാനല്ല പിണറായി PV എന്നാൽ ഞാനല്ല എന്ന് പിണറായി വിജയൻ പറയുകയും അത് ഏറ്റു കുറയ്ക്കുകയും ചെയ്യുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതൊക്കെ ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡ് അവിടെ സ്പെസിഫിക് ആയി ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ആ ഉത്തരവിൽ ഉള്ളതാണ്. ഇനി അതിനെക്കുറിച്ച് അതുകൊണ്ട് കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ടതില്ല. ഇനി ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയനും മേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ പാർട്ടി ഓഫീസിൽ കൊടുക്കുന്നു. അത് അനിൽകുമാർ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പിണറായി വിജയൻ സമ്മതിക്കാത്തത് അദ്ദേഹം വാങ്ങിയത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതുണ്ടാകാം. എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ SFI അന്വേഷിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കട്ടെ. അവിടെ അദ്ദേഹം വ്യക്തമാക്കിയാൽ മതി. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള വിഷയം താങ്കൾ ചോദിച്ചത്, ശ്രീ അനിൽകുമാറിനോട് ചോദിച്ചതും എന്നോട് ചോദിച്ചതുമൊക്കെ ഇന്ന് നിയമസഭയിൽ ഇത്തരത്തിൽ ദേശീയ നേതൃത്വം BJP-യുടെ പാർലമെന്റിൽ 154 പേരെ പുറത്താക്കുന്നത് പോലെ ഇവിടെയും പ്രതിപക്ഷ സ്വരത്തെ അടിച്ചമർത്തുകയാണോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇവിടെ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് എത്ര പരുഷമായിട്ടാണ് സംസാരം ഉണ്ടായിട്ടുള്ളത്. റൂൾ 50 അനുസരിച്ച് ഇത്തരത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു. നമുക്കറിയാം അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിക്കൊണ്ടാണ് നോട്ടീസ് കൊടുക്കുന്നത്. അല്ലാതെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കല്ലോ. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് സ്പീക്കർ ആ വിഷയം സഭാനാഥൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യും.
അല്ലെങ്കിൽ ഒപ്പം തന്നെ മുഖ്യമന്ത്രി അംഗീകരിച്ചാൽ അത് ഇനിഷ്യൽ ചെയ്തതിനു ശേഷം മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കൺസേൺഡ് മിനിസ്റ്റർ ആരാണോ മറുപടി പറയേണ്ടത് അദ്ദേഹത്തിനും ഹാൻഡ് ഓവർ ചെയ്യും. അതാണ് അതിന്റെ പ്രൊസീജിയർ. അങ്ങനെ പ്രൊസീജിയർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പർട്ടിക്കുലർ ടൈമിൽ അത് അവതരിപ്പിക്കാൻ 10 മിനിറ്റ് കൊടുക്കും. ആ പ്രമേയം ആരാണോ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് അത് 10 മിനിറ്റ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, എന്തുകൊണ്ട് താൻ അത്തരത്തിലൊരു പ്രമേയം കൊണ്ടുവരുന്നു എന്ന് പറയണം. അതിനെ സംബന്ധിച്ച് ആ പ്രമേയത്തിന് മറുപടി പറയാൻ കൺസേൺഡ് മന്ത്രിക്ക് അവകാശമുണ്ട്. മന്ത്രി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവദിക്കുന്നില്ലെങ്കിൽ സ്പീക്കർ അവിടെ വെച്ച് അത് തള്ളും. ഇനി അല്ല അനുവദിച്ച് ഇന്നലത്തെ പോലെ ചർച്ച ചെയ്യാനാണെങ്കിൽ 1 മണിക്കോ അല്ലെങ്കിൽ 2 മണിക്കോ സമയം തീരുമാനിച്ചുകൊണ്ട് അവിടെ പിന്നെ അന്നത്തേക്ക് സഭ പിരിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ചർച്ച വരാറുള്ളത് സാധാരണ. സ്വാഭാവികമായിട്ടും അടിയന്തര പ്രമേയം അനുവദിച്ചു ചർച്ച നടത്തി അത് പാസ്സായാൽ മന്ത്രിസഭ രാജിവെക്കേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും രാജിവെക്കാറില്ല, മന്ത്രിസഭ പാസ്സാകാറില്ല, ഭൂരിപക്ഷമുണ്ട് മന്ത്രിസഭയ്ക്ക്, അല്ലെങ്കിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോകും. ഇതാണ് സ്വാഭാവികമായിട്ടും നടക്കാറുള്ളത്. ഇവിടെ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിക്കൊണ്ട് ഒരാളൊരു നോട്ടീസ് കൊടുത്താൽ അത് സബ് ജുഡീസ് ആണെന്ന് പറയുന്നു. ഞാൻ ആ വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് സംസാരിക്കാം. അതിന് സ്പീക്കർ കോട്ട് ചെയ്തത് റൂൾ 53 ആണ്. റൂൾ 53യെ കുറിച്ച് പുള്ളി കൃത്യമായി പറഞ്ഞതിന് ശേഷം അതിനകത്ത് ഒരു പ്രൊവിസോ കൂടി ഉണ്ട് വേണു. ആ പ്രൊവിസോ ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ പിന്നെ ആ പ്രൊവിസോ പറയുന്നത്, എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ട്രിബ്യൂണലോ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയോ കമ്മീഷനോ അന്വേഷണ കോടതിയോ അങ്ങനെയുള്ള സംഗതി പരിഗണിക്കുന്നതിന് ഹാനികരമാകാൻ സാധ്യതയില്ലെന്ന് സ്പീക്കർക്ക് ബോധ്യം വരുന്ന പക്ഷം അദ്ദേഹത്തിന് തന്റെ വിവേചനാധികാരം പ്രയോഗിച്ച് അന്വേഷണ വിചാരണയുടെ നടപടിക്രമത്തെയോ വിഷയത്തെയോ അവസ്ഥയോ സംബന്ധിക്കുന്ന വിധത്തിലുള്ള സംഗതി സഭയിൽ ഉന്നയിക്കുന്നത് അനുവദിക്കാവുന്നതാണ് എന്ന് സ്പെസിഫിക് ആയി അതിലൊരു പ്രൊവിസോ ഉണ്ട്. ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഷോൺ കൊടുത്തിട്ടുള്ള പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് കമ്പനീസ് ആക്ടിന്റെ 212 അനുസരിച്ചുള്ള എൻക്വയറി വേണമെന്ന് മാത്രമാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ആ എൻക്വയറി ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്, അവർ ഉത്തരവിറക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എന്താണ് പിന്നെ സബ് ജുഡീസ് ആയിട്ടുള്ളത്? മാത്രമല്ല കൗളാൻ ശക്തനാണല്ലോ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി പ്രൊസീജിയറിനെ സംബന്ധിച്ചുള്ള ആധികാരിക ഗ്രന്ഥം. അതിൽ പറയുന്നു എന്താണ് പിന്നെ സബ് ജുഡീസ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ക്രിമിനൽ കേസുകളിൽ വളരെ സ്പെസിഫിക് ആയി പറയുന്നു, ഇൻ ക്രിമിനൽ കേസസ് ഫ്രം ദ ടൈം ചാർജ് ഷീറ്റ് ഈസ് ഫയൽഡ് ടിൽ ജഡ്ജ്മെന്റ് ഈസ് ഡെലിവേർഡ്. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിനു ശേഷം ജഡ്ജ്മെന്റ് ഡെലിവറി ചെയ്യുന്നവരെയുള്ള പീരീഡാണ് ഇത്തരത്തിൽ സബ് ജുഡീസ് ആയിട്ട് വരുന്നതെന്ന് വളരെ കൃത്യമായി ആധികാരികമായി രേഖകളിൽ പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്പീക്കർ ഈ അവതരണ അനുമതി നിഷേധിച്ചത്? മറ്റൊന്നുമല്ല, പുറത്ത് മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ തല്ലി ഒതുക്കും, അവരെ മൃഗീയമായി മർദ്ദിക്കും. നിയമസഭയിലാണെങ്കിൽ ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കും. ഇതേപോലെ തന്നെയാണ് നേരത്തെ നിയമസഭയിലെ MLA-മാരെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ നിയമസഭയുടെ കോറിഡോറിൽ വെച്ച് ഇതേപോലൊരു വിഷയം മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതിപരമായ ഒരു കാര്യവും ഉന്നയിക്കാൻ പാടില്ല. ഇനി നോക്കൂ, ഞാൻ 2-3 എക്സാമ്പിൾസ് കൂടി പറഞ്ഞു, എനിക്ക് അവസരം തന്നില്ലെങ്കിലും വേണ്ടില്ല. 23/7/2007 സുപ്രീം കോടതി സർക്കാരിനെതിരെ പരാമർശം നടത്തി. ആ കേസ് അവിടെ പെൻഡിംഗ് ആണ്. ആ കേസ് അവിടെ പെൻഡിംഗ് ആയിരിക്കുമ്പോൾ പോലും സംസ്ഥാനത്ത് നിയമസഭയിൽ അടിയന്തര പ്രമേയം അനുവദിച്ചിട്ടുണ്ട്. 11/12/2012 കോടിയേരിയുടെ അടിയന്തര പ്രമേയമാണ്. കാരണം വിജിലൻസിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് ഹൈക്കോടതിയുടെ ഒരു പരാമർശം വന്നു. അതിന് ഉപോത്ബലകമായ കേസ് അപ്പോഴും അവിടെ പെൻഡിംഗ് ആണ്, എന്നിട്ടും അത് അംഗീകരിച്ചിട്ടുണ്ട്. 24/7/2015 മാത്യു ടി തോമസിന്റെ ഒരു അടിയന്തര പ്രമേയമാണ്. AGയുടെ ഓഫീസിനെ പിരിച്ചുവിടണമെന്ന് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ ഒരു പരാമർശം വന്നു. ആ കേസും അപ്പോൾ അതിന് ഉപോത്ബലകമായിട്ടുള്ള കേസ് അപ്പോഴും അവിടെ പെൻഡിംഗ് ആണ്. എന്നിട്ടും പിറ്റേ ദിവസം അവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. 24/2/2016 രാജു ഇബ്രഹാം കൊണ്ടുവന്ന അടിയന്തര പ്രമേയമാണ്. തൃശൂർ വിജിലൻസ് കോടതിയുടെ ഒരു പരാമർശമാണ്. പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്ക് പാമോലിൻ കേസിലെ വിഷയത്തെ സംബന്ധിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്ന തുറന്ന കോടതിയിലെ പരാമർശത്തെ സംബന്ധിച്ച് തൊട്ടടുത്ത ദിവസം രാജു ഇബ്രഹാം പിന്നെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു, അംഗീകരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം പക്ഷേ ഇതിനൊക്കെ വ്യത്യസ്തമായി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ശ്രീ VD സതീശൻ 22/8/2017 ഒരു അടിയന്തര പ്രമേയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നു. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാരും എൻട്രൻസ് കമ്മീഷനും ആർക്കൊപ്പമാണ് എന്ന് ഹൈക്കോടതി ചോദിച്ചു. ഏത് കേസിലാണ്? നമുക്കറിയാം, വളരെ പ്രമാദമായ കണ്ണൂരിലെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈക്കോടതി ചോദിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വേണു പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. 26/7/2021 ശ്രീ റോജി എം ജോൺ കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയം ഞങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ല കൊണ്ടുവന്നത്. റോജി എം ജോൺ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം കൊടകര കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട്, കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട്, അതിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു വേണു, അവിടെ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ അതിൽ സാക്ഷിയാക്കിയിട്ടേ ഉള്ളൂ, പ്രതിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ റോജി എം ജോൺ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം, ആ അടിയന്തര പ്രമേയത്തിന് ഇന്നത്തെ മന്ത്രി MB രാജേഷ് അന്ന് സ്പീക്കറായിരിക്കെ അനുമതി നൽകിയിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ ഞാൻ റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ഒരേ ഒരു കേസ് മാത്രമാണ്, ഒറ്റ ഒരു കേസ് മാത്രമാണ് കുറ്റപത്രം കൊടുത്തതിന് ശേഷം വന്നിട്ടുള്ളത്. പാമോലിൻ കേസുമായി ബന്ധപ്പെട്ട്, കെ ബാബുവുമായി ബന്ധപ്പെട്ട്, ശ്രീ കെ മാണിയുമായി ബന്ധപ്പെട്ടൊക്കെ, സോളാർ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ശ്രീ G കാർത്തികേയൻ 2011 മുതൽ 15 വരെ സ്പീക്കറായിരിക്കെ അദ്ദേഹം ഈ ഞാൻ മുമ്പ് വായിച്ച റൂൾ 53 പിന്നെ പ്രൊവിസോ അനുസരിച്ച് അദ്ദേഹം എല്ലാത്തിനും അനുമതി നൽകിയിട്ടുണ്ട്, ഒരെണ്ണം ഒഴികെ.
ഇവിടെ ഇതിനൊക്കെ അനുമതി നൽകി ഇവിടെ അനുമതി നൽകാത്തതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള ചോദ്യം. അദ്ദേഹം ഇവിടെ സ്വർണ്ണമോതിരം തരാം നിരന്തരമായി പറയുന്നുണ്ടല്ലോ. ഞാൻ അങ്ങേക്ക് ഒരു സ്വർണ്ണമോതിരം തരാം. ഇവിടെ മൈക്രോസോഫ്റ്റിന്റെ ബിൽഗേറ്റ്സിന്റെ മരുമകളൊന്നുമല്ലോ ഈ വീണ വിജയൻ. മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് എക്സാലോജിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മെയിൻ്റെനൻസ് നടത്തിയിട്ടുള്ളത് എക്സാലോജിക് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാനേജ് ചെയ്യുന്നത് എക്സാലോജിക് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ടാലി എന്ന സോഫ്റ്റ്വെയർ അതിന്റെ ഫ്രാഞ്ചൈസി ഉണ്ടോ എക്സാലോജിക്കിന്? അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിന് എന്താണ് നിങ്ങളുടെ വിശദീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ താങ്കൾക്ക് ഒരു സ്വർണ്ണമോതിരം തരാം. ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിലൂടെ മറുപടി പറയട്ടെ. ശരി, ഞാൻ ഷോൺ ജോർജിലേക്ക് പോവാണ്. ജ്യോതി അല്ലല്ല ജ്യോതി ഒരു മിനിറ്റ് ഷോൺ ജോർജിലേക്ക് പോവുകയാണ്. കാരണം ഷോൺ 8:30 വരെ ചർച്ചയിലുണ്ടാകും, അതുകൊണ്ടാണ് ജ്യോതി സഹകരിക്കുക. ഷോൺ ജോർജ്, ഇന്നിപ്പോ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഒരർത്ഥത്തിൽ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെയാണ്. ഒരു പൊന്മോതിരം BJPയുടെ നദ്ദ അങ്ങേക്കും ഇട്ട് തന്നിരിക്കുന്നു. ഏത് ആവിഷ്കാരത്തിന്റെ ഭാഗമായി നിന്നതിന്റെ ആണ് അങ്ങയുടെ ഈ BJP അംഗത്വം എന്നതടക്കമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഈ രാഷ്ട്രീയ ആരോപണം അങ്ങയുടെ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ട്, മറ്റൊരു വിഭാഗത്തിന്റെ കരുവായി നിൽക്കുകയായിരുന്നു എന്ന തരത്തിൽ വരുന്ന ആരോപണമാണ്. അതിനുള്ള മറുപടി ആദ്യം. എനിക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം ബഹുമാനപ്പെട്ട അനിലേട്ടനോടാണ്. സഖാവ് അനിൽകുമാർ ഞങ്ങളുടെ നാട്ടുകാരാണ്, എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചതനുസരിച്ച് നിങ്ങളെല്ലാവരും മോഷ്ടിച്ചു, അതുകൊണ്ട് ഞങ്ങൾ മോഷ്ടിക്കും, അതുകൊണ്ട് നിങ്ങളെല്ലാം കേരള സംസ്ഥാനത്തെ ജനങ്ങൾ ഇതങ്ങ് കണ്ട് സൂചിച്ച് അവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധി വന്നു. അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് പങ്കില്ലെന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങയുടെ കയ്യിൽ കിട്ടിയ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമല്ലായിരുന്നോ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ്? അതിനകത്ത് OC, PV, RC, അതുപോലെ IK ഇതെല്ലാം ഉണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങയുടെ കയ്യിലൊരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ വിജിലൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇരിപ്പില്ലേ? കേരളത്തിലെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ പൊതുമേഖലാ സ്ഥാപനത്തിന് നഷ്ടം വരുത്തിയ ഒരു ഇടപാടിൽ ഇത്ര ആളുകൾ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ CPM-ന് അനിൽ സാഹു പറഞ്ഞു, CPM-ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ സംബന്ധിച്ചൊരു വിജിലൻസ് എൻക്വയറി ബോധ്യമില്ല, അതൊരു കീറക്കടലാസാണെന്നാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അല്ല, അത് ഗുരുതരമായ തെറ്റാണ്. ഒരു അന്വേഷണ ഏജൻസി നടത്തുന്ന കുഴപ്പമില്ല. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഒരു ജുഡീഷ്യൽ അധികാരമല്ല, ഒരു ജുഡീഷ്യൽ ബോഡിയാണ്. ഒരു ജുഡീഷ്യൽ ബോഡിയെക്കുറിച്ച് അങ്ങനെ പരാമർശം നടത്താൻ പാടില്ല. പിന്നെ ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, ഞാൻ ഈ പരാതി നൽകിയത് 9-ാം മാസമാണ്, അതായത് സെപ്റ്റംബർ മാസത്തിൽ. ഒക്ടോബർ മാസത്തിൽ എനിക്ക് മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിന്നും എനിക്കൊരു കത്ത് ലഭിച്ചു, താങ്കളുടെ പരാതി ലഭിച്ചു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതിന് റിപ്പോർട്ടിനായി കമ്പനീസ് റീജിയണൽ ഡയറക്ടർക്ക്, സൗത്ത് റീജിയണൽ ഡയറക്ടർക്ക് അയച്ചിട്ടുണ്ട്. അതിനുശേഷം 2023 12-ാം മാസം ഡിസംബർ മാസം 13-ാം തീയതിയാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് SFI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഹർജി ഫയൽ ചെയ്ത്. ആ ഹർജി ഫയൽ ചെയ്ത് 13-ാം തീയതി 18-ാം തീയതി അവിടുത്തെ കന്നം നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രിസഭ ഓർഡർ എടുത്തു. അതിൻ്റെ 27-ാം തീയതി, ആ മാസം തന്നെ 27-ാം തീയതി ആ ഓർഡർ വീണ്ടും ക്ലാരിഫൈ ചെയ്തുകൊണ്ട് വീണ്ടും ഓർഡർ ഇറക്കി. 2019 കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള മൈനിങ് PSUs വഴി മാത്രം, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വഴി മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ ഓർഡർ 5 വർഷം പൂഴ്ത്തിവെച്ചതിന് ശേഷമാണ് 2023 ഡിസംബർ മാസം 18-ാം തീയതി, നിങ്ങൾ ഓർഡർ പരിശോധിച്ചു, 18-ാം തീയതി ഓർഡർ ഇറക്കിയത്. ഞാനൊരു കാര്യം തോർത്ത് പറയട്ടെ, ഞാൻ ഈ കേസുമായി മുമ്പോട്ട് പോകാൻ മിനിങ്ങാന്ന് ഇന്നേക്ക് 2 ദിവസം മുമ്പ് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ 35 മിനിറ്റോളം ഞാൻ BJPയിൽ ചേർന്നതിന് ശേഷം അദ്ദേഹവുമായിട്ട് കേരള സംസ്ഥാനത്തെ രാഷ്ട്രീയം, കാർഷിക മേഖലയിലെ വിവിധ വിഷയങ്ങൾ അദ്ദേഹവുമായിട്ട് ചർച്ച നടത്താനും എനിക്കൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. അത് മുഴുവൻ കേൾക്കാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് വാക്ക് നൽകി ആണ് എന്നോട് പോകുന്നത്. എനിക്ക് അവിടെ വെച്ച് ഈ കേസിൻ്റെ കാര്യം പറയാമായിരുന്നു. എനിക്ക് ഈ കേസിനെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിനുപരി ഇതെവിടെ കൊണ്ട് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഞാനത് ഒരിക്കലും അദ്ദേഹത്തിനടുത്തൊരു പരാമർശിക്കാൻ പോലും ഞാൻ തയ്യാറായില്ല. പിന്നെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ അന്വേഷണം അങ്ങനെ പ്രഖ്യാപിക്കാനായിരുന്നെങ്കിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്ത അന്ന് രാത്രി തന്നെ ഇത് പ്രഖ്യാപിക്കണോ? ഒരു 2 ദിവസം കഴിഞ്ഞ് പ്രഖ്യാപിച്ചാൽ പോലെ. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പറഞ്ഞ പോലെ അന്ന് തന്നെ ഈ അന്വേഷണ ഓർഡർ പ്രഖ്യാപിച്ചുകൊണ്ട് വരാൻ എനിക്ക് ഒരു മനസ്സുഖമെല്ലാം കിട്ടുമോ? ഈ വർഷം ഈ ഫെബ്രുവരി മാസം 12-ാം തീയതി കോടതിയിൽ കേസ് വരുന്നുണ്ട്. അതിനു മുമ്പ് എപ്പോഴാണെങ്കിലും ഉത്തരവ് പ്രഖ്യാപിച്ചാൽ മതി. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ രാഷ്ട്രീയമായും ഈ നടത്തിയിട്ടുള്ള എൻക്വയറിയായും കഴിഞ്ഞ മാസം 15-ാം തീയതി കോടതിയിൽ കേസ് വന്നപ്പോൾ
ഹൈക്കോടതി അഭിഭാഷകൻ DSCയുടെ ചുമതലയുള്ള വ്യക്തി അവിടെ വന്ന് പ്രസന്റ് ചെയ്ത് 210 അനുസരിച്ചുള്ള എൻക്വയറി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. SFIയെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ 2 ആഴ്ച സമയമാണ് ചോദിച്ചത്. ആ 2 ആഴ്ച സമയം ആകുന്നുള്ളൂ. അതിനു മുമ്പ് SFI അന്വേഷണം ഇറക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഇത്തരത്തിലൊരു ഓർഡർ ഇറക്കിയത് അത് രാഷ്ട്രീയമാണ്. ഇനി പറയാൻ കഴിയുന്ന ഏക കാര്യം അതേ ഉള്ളൂ, ഷോൺ ജോർജിൻ്റെ രാഷ്ട്രീയമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാമല്ലോ, ലോക്സഭാ ഇലക്ഷൻ വരുന്നു. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ്. എന്നെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടാകണം. എന്നോടൊപ്പം നിൽക്കുന്ന, എൻ്റെ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്, അവർക്കൊരു രാഷ്ട്രീയം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ BJPയുമായി കഴിഞ്ഞ ഡിസംബർ മാസം 9-ാം തീയതി എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ചേർന്നാണ് BJPയായിട്ട് ഡിസ്കഷൻ നടത്താൻ തീരുമാനിച്ചത്. അവർക്ക് കത്ത് നൽകി. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയതും 2 ദിവസം അവിടെയുള്ള ദേശീയ നേതാക്കളുമായി ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടി ലയിപ്പിക്കാനും അതിനുശേഷം മെമ്പർഷിപ്പും BJPയിൽ നിന്ന് കൈപ്പറ്റിയത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിനെ രാഷ്ട്രീയപരമായി ബന്ധിപ്പിക്കാം എന്നൊക്കെ കരുതിയാൽ കേരള സമൂഹത്തിന് ഇപ്പോൾ ഈ കാര്യത്തിൽ ഏറെക്കുറെ നല്ല ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ആരോപണങ്ങൾ ഒരിക്കലും സമൂഹത്തിന് മുമ്പിൽ വില പോകില്ല എന്ന് മാത്രം മനസ്സിലാക്കുക, അവകാശരാകരുത്. ഇതെന്ത് നിയമസഭ എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. ശ്രീ K. അനിൽകുമാർ, ഇവിടെ MV ഗോവിന്ദൻ പറഞ്ഞതിനുള്ള ഷോണിന്റെ മറുപടി കേട്ടല്ലോ. അങ്ങേക്ക് അതിൽ ചോദ്യമുണ്ടോ ഷോണിനോട്? കാരണം ഞാൻ അങ്ങയിലേക്ക് വരുന്നത് ഷോൺ അധിക സമയം ഈ ചർച്ചയിൽ ഉണ്ടാകില്ല എന്നതുകൊണ്ടാണ്. ശ്രീ അനിൽകുമാർ. ജന്മഭൂമി ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടോ? കരിമണൽ കമ്പനിയിലെ ഉംറ കഴിഞ്ഞ് മടങ്ങിയെത്തിയ കുഞ്ഞാലിക്കുട്ടി അവിടെ സന്ദർശിച്ചപ്പോൾ ആ സമ്മേളനത്തെ സംബന്ധിച്ച് ജന്മഭൂമിയിൽ ഒരു ലേഖനം എഴുതിയതിന് ഹരിയസ് കർത്ത എന്ന ചീഫ് എഡിറ്ററെ ജന്മഭൂമി പുറത്താക്കിയിട്ടുണ്ടോ? BJPയും ഈ കരിമണൽ കമ്പനിയായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് ഷോൺ ജോർജ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ഹരിയസ് കർത്തയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമണൽ കമ്പനിയിൽ നിന്ന് പൈസ കൊണ്ടുപോകുന്ന BJPയും ജന്മഭൂമിയുമാണെന്ന് തെളിവാണ് ഹാജരാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ അന്വേഷണത്തിൽ ഈ ഹർജിയുണ്ടോ? ഹർജിയിൽ ഏതെങ്കിലും ഒരു കാര്യം ഈ കാര്യം രേഖപ്പെടുത്താത്ത എന്തുകൊണ്ട്? അതാണ് ഷോണിനോട് ചോദ്യം. ജന്മഭൂമിയെ കുറിച്ച് നിങ്ങൾ ഉൾപ്പെടുത്താത്ത എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞല്ലോ അല്ലേട്ടാ, ഈ അന്വേഷണത്തിൽ എവിടം വരെ അന്വേഷിക്കാവോ? ഇപ്പോൾ ഈ പറഞ്ഞ ഷോൺ ജോർജ്, എൻ്റെ അപ്പൻ PC ജോർജ് ഉൾപ്പെടെ ആരൊക്കെ ഇതിനകത്ത് പണം മേടിച്ചിട്ടുണ്ടോ അവരെല്ലാം പ്രതിയാകട്ടെ. പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് CPIM ഇത് തന്നെയല്ലേ പറയുന്നത്, ആരിലേക്ക് വേണമെങ്കിലും അന്വേഷണം പൊക്കോട്ടെ എന്ന്. ആരിലേക്ക് വേണമെങ്കിലും അന്വേഷണം പൊയ്ക്കോട്ടെ എന്ന് പറയുകയും ചില കാര്യങ്ങളിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് CPIMനെ പറ്റിയുള്ള വിമർശനം. ഷോൺ പറയുമ്പോഴും ഷോണിനോട് അല്ലേട്ടാ, എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ ഭയപ്പെടുന്നത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ല, എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ ഈ കാര്യം ഷോൺ പറയാത്തത്? എന്തുകൊണ്ടാണ് അന്വേഷണത്തിൽ ഈ കാര്യം ഷോൺ ഉൾപ്പെടുത്താത്തത്? 788 പേജ് ഹോംവർക്ക്, ഇതൊക്കെ ഷോണിന്റെ അവകാശവാദമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലേ? 788 പേജ് ഹോംവർക്ക്, ഇതിന് മേൽ വിയർപ്പൊഴുക്കൽ, ഇതൊക്കെ അങ്ങ് പറയുന്നതാണ്. ഈ കാര്യം എന്താ പറയാത്തത്? അതാണ് അനിൽകുമാറിന്റെ ചോദ്യം. അല്ല, ഒരു മിനിറ്റ് എൻ്റെ പരാതിയിൽ ആരാണ് പറഞ്ഞത്? പിണറായി വിജയനും കൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചതെന്ന്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിച്ചത് മാത്രമല്ല, PCIT നടത്തിയ അന്വേഷണത്തിൽ മൊഴികളിൽ വന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും നേരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാണ് എൻ്റെ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലേട്ടാ, എൻ്റെ പരാതി കാണാത്തോണ്ടാണ് ജന്മഭൂമി പിണറായി വിജയനെ കൊണ്ട് ഈ അന്വേഷണം അവസാനിപ്പിച്ചപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടല്ല ഞാൻ റിട്ട് നൽകിയത്. ഞാൻ എൻ്റെ റിട്ടിൽ ജന്മഭൂമിയെ കുറിച്ച് പരാതിയുണ്ടോ? എഴുതി കൊടുക്കോ. എന്തോ ജന്മഭൂമിയെ കുറിച്ച് എഴുതി കൊടുക്കോ? ചോദ്യം. ജന്മഭൂമിയെ കുറിച്ച് ചേട്ടന് ജന്മഭൂമിയെ കുറിച്ച് ചേട്ടന് പരാതി ഉണ്ടെങ്കിൽ ചേട്ടൻ അത് നാളെ എനിക്ക് അയച്ചോ. നിങ്ങൾക്ക് അതിന്റെ ഞാൻ ഇതുവരെ സമർപ്പിച്ചിട്ടുള്ളത് മുഴുവൻ രേഖകളാണ്. ആ രേഖകൾക്കകത്ത് ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു പേര് കണ്ടില്ല. നാളെ ആ പരാതി ആ കോപ്പി ചേട്ടൻ ഇങ്ങോട്ട് വന്നു. ഞാൻ അഡീഷണൽ ഡോക്യുമെന്റ്, ഞാൻ ഈ പരാതിക്കാരൻ എന്ന നിലയിൽ ഇതിന്റെ അഡീഷണൽ ഡോക്യുമെന്റ് എന്തും ഫയൽ ചെയ്യാനുള്ള അവകാശം എനിക്ക് ചോദിക്കാനുണ്ട്. ഷോണെ, ഈ കാര്യത്തിൽ SFIയോടെ അന്വേഷണം ഏത് ദിക്ക് വരെ എത്തുമെന്നാണ് താങ്കൾ കരുതുന്നത്? കാരണം 8 മാസത്തെ സമയം, 6 ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 ഉന്നത ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 6 ഉന്നത ഉദ്യോഗസ്ഥരാണ്. പിന്നെ ഈ പറയുന്ന
ചിദംബരവുമായി ബന്ധപ്പെട്ടും കാർത്തി ചിദംബരവുമായി ബന്ധപ്പെട്ടും ഒക്കെ അന്വേഷണം നടത്തിയ ആളിനാണ് പ്രധാനപ്പെട്ട ചുമതല ഈ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. ശരിയാണ്, ചിദംബരം ഈ പറയുന്ന പോലെ വെള്ളം കുടിച്ചിട്ടുണ്ട്, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഈ മടിയിൽ കനമില്ലാത്ത ആൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബുദ്ധിമുട്ടിലാകും ഈ അന്വേഷണത്തിലൂടെ എന്ന് കരുതുന്നുണ്ട്. കാരണം 8 മാസമാണ്. 8 മാസം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള പാലിക്കേണ്ടതുമല്ല. അപ്പോൾ നല്ല സാവകാശം കിട്ടുകയാണ്. ഈ അന്വേഷണം വന്നോട്ടെ, നേരിട്ടോളാം എന്ന് CPM-ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു രാഷ്ട്രീയ കാലാവസ്ഥ നിങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങളെന്ന് വെച്ചാൽ ഈ SFIO ഇത് കമ്പനീസ് ആക്ട് പ്രകാരം 210 അനുസരിച്ചുള്ള എൻക്വയറി ആണെങ്കിൽ അതിന് 4 മാസം ധാരാളമാണ്. നമ്മളിപ്പോൾ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള കമ്പനിയിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഈ ആരോപണം എന്ന് പറയുന്നത് ഒത്തിരി വൈഡാണ്. ഇത് മിനറൽസ് ആക്ട് പ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ട്, ആറ്റോമിക് ആക്ട് പ്രകാരമുണ്ടോ കുറ്റം നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ മിനറൽസ് എന്തു ചെയ്തു എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കറപ്ഷൻ ഇത്രയേറെ വിപുലമായ ഒരു റിപ്പോർട്ട് ആ PCIT-യിൽ ഒരു എൻക്വയറി റിപ്പോർട്ട് ഇരിപ്പുണ്ട്. ആ റിപ്പോർട്ട് അവിടുന്ന് കടത്താൻ പോലും ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ലോക്കറിലാണ് ഇപ്പോൾ സൂക്ഷിച്ചേക്കുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ PCIT-യുടെ റിപ്പോർട്ട്, എൻക്വയറി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം പിടിക്കപ്പെടട്ടെ. ഞാൻ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രിയെ മാത്രമാണോ ടാർഗറ്റ് ചെയ്ത്. ഞാനിവിടെ കഴിഞ്ഞ ഒരു KSIDC-യുടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെ. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രമുഖ അഭിഭാഷകരായ ഒരാൾ 25 ലക്ഷം രൂപ മുടക്കി KSIDC-ക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് അതിന് പങ്കാളിത്തമുള്ള CMRL എന്ന് പറയുന്ന ഒരു കമ്പനി ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞപ്പോൾ ആ സുപ്രീം കോടതി അഭിഭാഷകൻ എന്തിനാണ് ഇവിടെ വന്ന് ഈ അന്വേഷണത്തെ എതിർക്കുന്നത്? അത് എന്ത് അവകാശമാണുള്ളത്? അത് ഗുരുതരമായ തെറ്റല്ലേ ഗവൺമെന്റ് ചെയ്തത്? നേരിട്ട് വന്നൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ ഇനിയും അധികരിക്കാം. കാരണം ഫ്ലൈറ്റ് ചാർജും അങ്ങനെയുള്ള മറ്റു ഒരുപാട് അനുബന്ധ ചെലവുകളുണ്ട്. ഇവിടെ താമസം അതൊക്കെ നാം കണ്ടാണല്ലോ. ഹരീഷ് സാൽവെയൊക്കെ വന്ന കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. ഷോണെ, എൻ്റെ ചോദ്യം, ഈ KSIDC-യുമായി ബന്ധപ്പെട്ട് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് 13.4% ഓഹരിയുള്ള ഏതാണ്ട് 1.5 കോടി രൂപയുടെ എന്തോ മാത്രം ധനപരമായി പങ്കാളിത്തമുള്ള അല്ലേ? ശരി, പങ്കാളിത്തമുള്ള ഈ KSID എന്നൊക്കെ പറഞ്ഞ് അതിന് ഇങ്ങനെ ലഘൂകരിക്കുകയാണല്ലോ. ഈ പറഞ്ഞ വൈദ്യനാഥൻ ഒരു 4-5 തവണ ശരി, ഈ വൈദ്യനാഥൻ 4-5 തവണ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പറന്നു വന്നാലുണ്ടല്ലോ, എത്ര കോടിയുടെ ചെലവാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നത്, പൊതുഖജനാവിന് ഉണ്ടാകാൻ പോകുന്നതും അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം ഇതാണ്, KSIDC ഒരു നഷ്ടക്കണക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ CMRL-മായി ബന്ധപ്പെട്ട്. അല്ല ഷോണെ, KSIDC ഒരു കടലാസിൽ എഴുതി ഇത്ര നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? 18 കോടി രൂപയാണ്. 18 കോടിയുടെ നഷ്ടം ആരുണ്ടാക്കി KSIDC-ക്ക് എന്നാണ് KSIDC പറഞ്ഞിരിക്കുന്നത്. KSIDC CMRL ഒരു കത്ത്, ഒരു വെള്ള പേപ്പർ, ഒരു കത്ത് മാത്രമാണ് ഈ വിഷയം. എൻക്വയറി വന്നതിന് ശേഷം, ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം CMRL ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ല KSIDC ഒരു കമ്മ്യൂണിക്കേഷൻ CMRL കൊടുത്തിട്ടുണ്ട്. കാരണം നാളെ എന്തെങ്കിലും ഇതൊരു അന്വേഷണമായി വന്നാൽ കേസ് എടുത്ത് ഇതിന്മേൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു കത്ത് KSIDC CMRL കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷോണെ, പിന്നെ ഈ വൈദ്യനാഥൻ വന്ന് ഈ പറയുന്ന 25 ലക്ഷം നിയമോപദേശത്തിനും വാങ്ങി ഈ പറയുന്ന കർത്ത എന്താണോ ആഗ്രഹിക്കുന്നത് അതേ അന്വേഷണ സംവിധാനം തന്നെ മതി ഈ കാര്യം അന്വേഷിക്കാനെന്ന് KSIDC-യും കർത്തയും കൂടി ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് ഹൈക്കോടതിയിൽ നിന്ന് വാദിക്കുകയല്ലേ? അതെന്ത് ദുഷിച്ച താല്പര്യം? അത് സർക്കാരിന്റെ ചെലവിൽ കർത്തയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്. ശരി, ഇന്ന് AK ബാലൻ സഖാവും ചെയ്തത് ഇത് തന്നെയാണ്. പറഞ്ഞത് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇമ്മ്യൂണിറ്റി ആർക്കുണ്ട്? ഇമ്മ്യൂണിറ്റി CMRL-ഉണ്ട്. CMRL-നും സ്വാഭാവികമായി ഇമ്മ്യൂണിറ്റിയുള്ളൂ. ആ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് IT ആക്ട് പ്രകാരമുള്ള തുടർ നടപടികൾക്ക് വിധേയമാകേണ്ടതില്ല എന്നു മാത്രമേ ഉള്ളൂ ആ ഇമ്മ്യൂണിറ്റി. അതല്ലാതെ SFIO അന്വേഷിക്കരുത്, ED അന്വേഷിക്കരുത്, CBI അന്വേഷിക്കരുത് എന്നൊന്നും ആ ഇന്ററിം റിപ്പോർട്ടിൽ ഒരു ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ടില്ല CMRL-ന്. അത്
AK ബാലൻ സഖാവിനെ പോലെ ഒരു മുതിർന്ന മുൻ നിയമമന്ത്രി കൂടിയായ ആൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് അത് പറയുന്നത് എത്ര ലജ്ജാകരമാണ്. അല്ല, അത് അദ്ദേഹം എന്തൊക്കെ പറയുന്നു? അദ്ദേഹം പറഞ്ഞില്ലേ വിജിലൻസ് കോടതി ഇത് തള്ളിയെന്ന്, ഹൈക്കോടതി നോട്ടീസ് അയക്കുന്നില്ല എന്ന്. ഈ കാര്യത്തിൽ ഹൈക്കോടതി എടുത്ത മുൻകൈ AK ബാലൻ കാണുന്നേയില്ല. ഒരു അമിക്കസ് ക്യൂറിയെ വെച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഹൈക്കോടതി എടുത്ത മുൻകൈ, ഈ കേസ് ഞാൻ മോശമായ അർത്ഥത്തിൽ പറയുകയല്ല, ആ പരാതിക്കാരൻ ഒപ്പം മണ്ണിലടിയേണ്ടതായിരുന്നു. അവിടെ നിന്നത് മുള പൊട്ടിയത് ഹൈക്കോടതിയുടെ മുൻകൈ കൊണ്ടാണ്, അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അത് കാണാതെ ഹൈക്കോടതി ഇതങ്ങ് നിരാകരിച്ചു. വിജിലൻസ് കോടതിയായിരുന്നു പരമാർത്ഥം കണ്ടെത്തിയത്. ആ രൂപത്തിൽ ഉള്ള വിധി പ്രഖ്യാപനമാണ് ബാലൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാലന്റെ താല്പര്യം വേറെ. ബാലൻ അല്ലല്ല, ഒരു സെക്കൻഡ് ശ്രേൽകുമാർ, അല്ല അങ്ങ് ഖണ്ഡിച്ചോളൂ. വരാം ജ്യോതി. ശരി, ജ്യോതി ഒന്ന് ഷോണിനോട് ചോദിച്ചോട്ടെ. അല്ല, ഞാൻ എന്റെ തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാർ. അല്ല ശരി, ഷോണിനോടുള്ള ചോദ്യം ജ്യോതി, അത് കഴിഞ്ഞ് അനിൽകുമാറിനോട് ഞാൻ വരാം. ഷോണിന്റെ ചോദ്യം അല്ല, ഒരു സെക്കൻഡ് ജ്യോതികുമാർ, ഷോണിനോടുള്ള ചോദ്യം അങ്ങേക്ക് വരാം. ഇതെന്താണ് നിയമസഭയല്ല ഇത് കേട്ടോ. അല്ലല്ല, ഇത് CPM ഭരിക്കുന്ന നിയമസഭയല്ല. ഒന്ന് സൗഹൃദം കാണിക്ക്. കാണുന്ന എല്ലാ സ്ഥലവും നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള നിയമസഭയായി തോന്നരുത്. അതൊരു വല്ലാത്ത മനോനിലയാണ് അങ്ങയുടെ നേതാവ് പറയുന്നത് പോലെ. അല്ല, അങ്ങേക്ക് അത് ഞാനും ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ് AK ബാലൻ. ശരി, ജ്യോതി ഷോണിനോടുള്ള ചോദ്യം ദുഃഖം കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒന്നും മോശം പറഞ്ഞില്ല. AK ബാലൻ സഖാവിനെ കുറിച്ച് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് അങ്ങേക്ക് തോന്നിയാൽ അങ്ങ് ക്ഷമിക്കുക. അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ്, ഏറെ ബഹുമാനിക്കുന്ന ചോദ്യം. എനിക്ക് ഷോണിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഷോണിനെതിരെ ഷോൺ BJP ചേർന്നുകൊണ്ടാണ്, BJP-യുമായി ചേർന്നാണ് ഇത്തരം അന്വേഷണ ഏജൻസി വളരെ പെട്ടെന്ന് തന്നെ 212 അനുസരിച്ചുള്ള അന്വേഷണം വന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ അതുപോലെ തന്നെ ഒരു കരക്കമ്പിയുണ്ട്. ഒരു മുതിർന്ന CPM നേതാവ്, അന്തരിച്ചു പോയ ഒരു നേതാവിന്റെ മകനും താങ്കളും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടെന്നും ആ നേതാവിന്റെ മകൻ, ആ നേതാവ് വിവാദത്തിൽപ്പെട്ട ഒരു യുവാവാണ്, അദ്ദേഹത്തിന്റെ സൗഹൃദത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് താങ്കൾ ഈ കേസുമായി മുന്നോട്ട് പോകുന്ന മറ്റൊരു കരക്കമ്പി കൂടിയുണ്ട്. അതിന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഷോണെ മറുപടി. അദ്ദേഹം എൻ്റെ സുഹൃത്ത് മാത്രമല്ല, അദ്ദേഹം എൻ്റെ പാർട്ട്ണർ കൂടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് സിവിക് ലോ ഹൗസ് എന്ന ലോ ഫേം നടത്തുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ്. ഞാൻ 1999 മാറിവാനിസിൽ മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത്. അവിടുന്ന് LLB വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഇന്നും എനിക്ക് അദ്ദേഹവുമായി അടുത്ത സൗഹൃദമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓഫീസ് നടത്തുന്നു. ബിനീഷ് കോടിയേരി. ശരി, അല്ല കഴിഞ്ഞ ദിവസം AK ബാലൻ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ അദൃശ്യ ശക്തികളുണ്ട്, കുറച്ച് ദിവസത്തിനകം അത് പുറത്തു വരും എന്ന്. അദ്ദേഹത്തിനുണ്ട്. എനിക്ക് എന്റേതായ രാഷ്ട്രീയമുണ്ട്. എന്റെ രാഷ്ട്രീയമായി മുമ്പോട്ട് കൊണ്ടുവന്നതിൽ ഞങ്ങളുടെ ഓഫീസോ ഞങ്ങളുടെ സൗഹൃദമോ ഒരിക്കലും പരസ്പരം, ഞങ്ങൾ രാഷ്ട്രീയപരമായി ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് പരസ്പരം തർക്കിക്കാറുണ്ട്, പലപ്പോഴും വലിയ ബഹളങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതൊരിക്കലും ഞങ്ങളുടെ സൗഹൃദത്തെ ബാധിച്ചിട്ടില്ല. ഈ കേസ് ഫയൽ ചെയ്യുന്നത് പോലും ബിനീഷ് അറിഞ്ഞിട്ടില്ല. കാരണം അത് പറയുന്നത് ശരിയല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഫയൽ ചെയ്ത് പിറ്റേ ദിവസം. ക്ഷമിക്കണം, അങ്ങേലേക്ക് വരാൻ വൈകുന്നത്. വേഗം ശ്രേൽകുമാർ, അതിനുശേഷം എനിക്ക് CR-ലേക്ക് പോകണം. ശ്രേൽകുമാർ, CR-ന് 40 8:40 ഇതുവരെ അങ്ങേലേക്ക് പോയിട്ടില്ല. ശ്രീ അനിൽകുമാർ വേഗം. അല്ല, ഇവിടെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞു. ഒന്ന്, ഞാൻ ഈ ചർച്ചയിൽ ഒന്നാമത് ചോദിച്ചത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്ത് ഈ കർത്താവിന്റെ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ ചോദ്യത്തിന് ഉത്തരവില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ കരിമണൽ ഖനനം എന്ന് പറയുന്നത് പൊതുമേഖലയെ മാത്രമുള്ളെന്ന് പറയുകയും KMR എന്ന് പറയുന്ന പൊതുമേഖലാ കമ്പനി മാത്രമാണ് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലത്ത് കേരളത്തിൽ കരിമണൽ ഖനനം നടത്തിയത്. കർത്താവിന്റെ കരിമണൽ കമ്പനിക്ക് ഒരു സഹായം ചെയ്തിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനമല്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനമല്ല, കർത്ത രൂപീകരിച്ച ഖനനത്തിന് വേണ്ടി രൂപീകരിച്ച കമ്പനിയാണത്. കരിമണൽ ഖനനത്തിന് വേണ്ടി രൂപീകരിച്ച കമ്പനിയാണ് പൊതുമേഖലാ സ്ഥാപനമാണ്. നിങ്ങൾക്ക് തെറ്റിപ്പോയി. രൂപീകരിച്ച പ്രൈവറ്റ് ശരിയാണ് ഷോണെ, ഞാൻ കൃത്യമായിട്ട് പറയാം. ചവറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റൽസ് ആൻഡ് മിനറൽസ് ആ സ്ഥാപനത്തിന് മാത്രമാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് ഖനനാവകാശം. വേറെ ഒരു സ്വകാര്യ കമ്പനിക്കും, കർത്താവിന്റെ നിന്നല്ല ഒരു സ്വകാര്യ കമ്പനിക്കും കേരളത്തിൽ ഖനനാവകാശം ഇല്ല.
അതുകൊണ്ട് തല ഉയർത്തി തന്നെ പറയുകയാണ്, ഒരു കർത്താവിന്റെ കമ്പനിക്ക് എന്നല്ല ഒരു സ്വകാര്യ അതൊന്നും പിണറായി വിജയന്റെ മഹാത്മ്യമല്ലെന്നേ, അത് കേന്ദ്ര നിയമമാണ്. അല്ലല്ല ഒരു സെക്കൻഡ്, അത് കേന്ദ്ര നിയമമാണ്. കേരളം പിണറായി വിജയന്റെ സ്വന്തം രാജ്യമല്ലാത്തിടത്തോളം കാലം അല്ലല്ല ഒരു ദയവായി ഞാൻ പറയട്ടെ സാർ, ദയവായി ഞാൻ പറയട്ടെ. ഫെബ്രുവരി എന്റെ സമയം കളയരുത്. ഇറങ്ങിയ വേണു എന്റെ സമയം കളയരുത്. എന്റെ സമയം കളയരുത്. അത് കേന്ദ്ര നിങ്ങൾ അസംബന്ധം പറഞ്ഞ എന്റെ സമയം കളയരുത്. ശരി നിങ്ങൾ സമയം കളഞ്ഞ് എന്റെ സമയം കളയരുത് മിസ്റ്റർ വേണു. വേണു എന്റെ സമയം കളയരുത്, എന്റെ സമയം കളയരുത്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഇവിടെ ചർച്ച ഉന്നയിച്ചു. ഞങ്ങൾ ഈ കമ്പനിക്ക് സഹായം നൽകിയിട്ടില്ല, ഞങ്ങൾ തെളിയിച്ചു. ശ്രീകുമാർ, ഷോണിനോട് ചോദ്യമുണ്ടെങ്കിൽ ആദ്യം അത് അങ്ങേക്കറിയാമല്ലോ. CR നീലകണ്ഠനോട് നാം കാണിക്കുന്ന ഒരു അനീതിയുണ്ട്. ജന്മഭൂമിയുമാണ്. അല്ലല്ല ഒരു സെക്കൻഡ്, ഷോണിനോട് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ദേവി അതാദ്യം ചോദിക്കാൻ ശേഷം ഞാൻ അങ്ങേക്ക് വരാം. ഒരാളോട് നമുക്ക് ഈ ചർച്ചയിൽ ഒരാൾ ഉൾപ്പെടുത്താൻ കഴിയാത്തൊരു സ്ഥിതി വന്നിരിക്കുകയാണ്. അത് അഭികാമ്യമല്ല, അത് അഭികാമ്യമല്ല. അനിൽകുമാർ സഹകരിക്കണം, ഞാൻ അങ്ങേലേക്ക് വരാം. അതങ്ങ് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. അല്ല അതെ, ശരി. പക്ഷെ ഒരാൾക്ക് ഇതൊരു അവസരം കിട്ടിയിട്ടില്ലെന്നേ, ഒരാൾക്ക് ഇതൊരു അവസരം കിട്ടിയിട്ടില്ല. അതങ്ങ് പരിഗണിക്കണമെന്ന് തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, ശരി, ശ്രീ CR നീലകണ്ഠൻ, അല്ല ശ്രീ അനിൽകുമാറിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, എന്റെ ചോദ്യം ഇതാണ്. നിയമസഭയിൽ ഇന്ന് കുഴൽനാടൻ ഈ കാര്യങ്ങളെല്ലാം അതിശക്തമായി ഉന്നയിച്ചേനെ, അവിടെ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ തവണയൊക്കെ കുഴൽനാടനെ നേരിട്ട പോലെ നേരിടാൻ കഴിയാത്ത തരത്തിൽ പ്രതിരോധത്തിലായതുകൊണ്ടല്ലേ സ്പീക്കർ അതിബുദ്ധി കാട്ടി ഇതെല്ലാം ഒഴിവാക്കിയത്? ഇന്ന് പിണറായി സന്നിഹിതനായിരിക്കേണ്ടത് നിയമസഭയിലല്ലായിരുന്നോ? ഇന്ന് പിണറായി സന്നിഹിതനാകേണ്ടാതിരുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോഴല്ലേ? കാരണം അവിടെ ഒരു സമ്മർദ്ദ ശക്തിയായി ഇരുന്നുകൂടാ? അതല്ലേ ആ വ്യക്തി കാണിക്കേണ്ടിരുന്ന മര്യാദ? ഇനി ഒരു കാര്യം കൂടി ശ്രീ CR, ഇദ്ദേഹം എവിടെ സന്നിഹിതനാകണം, ഇവിടെ എവിടെ സന്നിഹിതനാകരുത് എന്നൊന്നും നാം പറയുകയല്ല. പക്ഷേ ഇതൊക്കെയാണ് അതിലെ രാഷ്ട്രീയമായ ധാർമ്മികത. കൈ മാത്രം ഇങ്ങനെ ഉയർത്തി വെച്ചാൽ പോരാ, കൈ ഇങ്ങനെ പൊക്കി വെച്ചാൽ അതിനൊരർത്ഥം കൂടി ഉണ്ട് കേട്ടോ. കീഴടങ്ങൽ എന്നൊരർത്ഥം കൂടി ഉണ്ട്. കൈകളുടെ ശുദ്ധി എന്ന് മാത്രം അർത്ഥമല്ല, കീഴടങ്ങി എന്നൊരർത്ഥം കൂടി ഉണ്ട് അതിന്. അതോടെ നിൽക്കട്ടെ. അല്ലല്ല, ചോദ്യം CR-നോടാണ്. ശ്രീ CR, അങ്ങനെ പറയുമ്പോൾ തന്നെ ദുരൂഹമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ അസാന്നിധ്യം. ഇന്നലെ മുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടാകുമല്ലോ UDF. കുഞ്ഞാലിക്കുട്ടിയെ കാണാനില്ല. അപ്പോ അസാന്നിധ്യം, ചില സ്ഥലത്ത് മാത്രമുള്ള കേന്ദ്രീകരിക്കുന്ന സാന്നിധ്യം, ഇതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇതൊക്കെ ഒരു കർത്ത ഇഫക്റ്റ് ആണ്. ഇതൊക്കെ വേണു കഴിഞ്ഞ 10-15 കൊല്ലമായി കർത്താവിൻ്റെ കമ്പനി നടത്തുന്ന നിയമലംഘനങ്ങൾ, മലിനീകരണം, ഖനനത്തിൽ KMML അടക്കമുള്ള കമ്പനികളിൽ നിന്നുള്ള മണൽക്കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ബന്ധങ്ങൾ, ഇതൊക്കെ നിരവധി വേദികളിൽ ഈ 24 അടക്കം വേണു മുമ്പിരുന്ന ചാനലിലടക്കം ചർച്ച ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ വലിയ തോതിൽ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് കർത്താവ് എന്ന് പറയുന്ന ഒരാൾ അവിടെ കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നത്. അത് നമുക്കറിയാം. അതിൽ EM സുധീരനെ പോലെ വളരെ അപൂർവം ആളുകൾ ഒഴിച്ചാൽ ബാക്കി ആരും ആ സത്യം തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. പിന്നെ പറഞ്ഞൊരാൾ വേണുവിന് ഓർമ്മയുണ്ടാവും, 2021 PT തോമസ് ആണ്. PT തോമസ് പ്രവചനം എന്നും അല്ലെങ്കിൽ എവിടെ നിന്നോ കൊണ്ടുവന്നു എന്നും പറഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പോൾ ഒന്നൊന്നായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എക്സാലോജിക്കിന് മറ്റേ CMRL പണം കൊടുക്കുന്നത്, അതുപോലെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ജയ്ക്ക് ബാലകുമാറിൻ്റെ കാര്യം, PWCയുടെ കാര്യം, ഞാൻ അത് ഓരോന്നായിട്ട് പോകുന്നില്ല. ഇനി എൻ്റെ സുഹൃത്ത് അനിൽകുമാർ പറഞ്ഞു കീറക്കടലാസാണ് ഈ പറഞ്ഞതെന്ന് മുമ്പ് ഞാനിത് വേറൊന്നിൽ കേട്ടിട്ടുണ്ട്. CAG-യുടെ റിപ്പോർട്ട് വന്നപ്പോൾ ചില കണക്ക് പിള്ളമാരുടെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ലാവലിനിൽ. പക്ഷെ അതേ CAG റിപ്പോർട്ട് വെച്ച് 2G സ്പെക്ട്രവും അതുപോലെ നിരവധി കോൾഗേറ്റ് അടക്കമുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോൾ അതിനെ CPM കീറക്കടലാസ് അന്ന് കണ്ടിട്ടില്ല. കാരണം കീറക്കടലാസ് CAG ഒന്നിലോ അത് മാറിക്കൊണ്ടിരിക്കും. ഇനി ഇപ്പം അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് അല്ലേ? ഒരു കാര്യം ആലോചിക്കും, ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ROCയുടെ റിപ്പോർട്ട്, ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ്. ഇപ്പോൾ മൺമറഞ്ഞു പോയി വേണു നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ഒരാൾ ഒരു കേസ് കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഈ കേസ് നിൽക്കുന്നത്. ആ കേസിൽ വന്നിട്ടുള്ള രേഖകൾ, ആ രേഖകൾക്കൊന്നും ഒരു മറുപടിയും പറയാൻ അവർക്ക് പറ്റില്ല. ഇപ്പം നേരത്തെ AK ബാലനെ പറ്റി മോശം പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര തമാശ തോന്നണേ. AK ബാലൻ എന്ന് പറയുന്നത് പരമവിഡ്ഢിത്തമാണ്. പരമവിഡ്ഢിത്തം എന്ന് പറഞ്ഞാൽ ആർക്ക് ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞു. എന്തിൻ്റെ ഇമ്മ്യൂണിറ്റി? CMRL പോലും ഇമ്മ്യൂണിറ്റി ഉള്ളത് എന്തിനാണെന്നറിയോ? അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിലുള്ള ഇമ്മ്യൂണിറ്റി എന്തിനാണെന്നറിയോ? അതും അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യം മാറ്റി പറയാതിരുന്നാൽ, അദ്ദേഹം ഇതിനിടയ്ക്ക് പലത് മാറ്റി പറഞ്ഞു. ഇനി കോടതിയിൽ വരുമ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ പിണറായി വിജയന് പൈസ കൊടുത്തിട്ടില്ല, PV പിണറായി വിജയൻ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അപ്പം പോകും. അപ്പോൾ ഇൻകം ടാക്സ് അനുസരിച്ച് കേസ് വീണ്ടും വരും.
പ്രശ്നം വളരെ സങ്കീർണമാണ്. സങ്കീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി വരാത്തത് ചോദിച്ചു. നമുക്കറിയാം ആലപ്പുഴയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഭാഗമായി നിന്ന് VM സുധീരനെ തോൽപ്പിച്ച കഥയടക്കം അത് കരിമണലുമായി ബന്ധപ്പെട്ടാണ്. ചെറിയ കളിയൊന്നുമല്ല അത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ വളരെ മോശപ്പെട്ട തരത്തിൽ ഈ കരിമണലും കർത്താവും കർമ്മവും ഒക്കെ ചേർന്ന് കർത്താവും കർമ്മവും ഒന്നാവുന്ന തരത്തിലുള്ള വലിയ ഫ്രോഡുകൾ നടന്നിട്ടുണ്ട്. ഇനി സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വക്കീലല്ലേ, ബാലൻ വക്കീലല്ലേ, എപ്പോഴാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വരിക? ആരാ ചോദ്യം ആദ്യം ചോദിച്ചത്? കേരള ഹൈക്കോടതിയാ, ഷോൺ പോലും അല്ല, കേരള ഹൈക്കോടതിയാ ചോദിച്ചത് എന്തേ നിങ്ങൾ SFIO കൊണ്ടുവരാത്തെന്ന്. എന്ന് പറഞ്ഞാൽ നിയമപരമായി നിലനിൽക്കുന്ന സ്ഥാപനങ്ങളുടെ രേഖകളും അന്വേഷണങ്ങളും നിയമസഭയിൽ വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ കൈ ശുദ്ധാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ ഈ കമ്പനി തുടങ്ങാനുള്ള പൈസ ഉണ്ടാക്കിയത് ഇവിടുന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിലുണ്ടോ? ഈ കമ്പനി എങ്ങനെ തുടങ്ങി എന്ന് ആരെങ്കിലും ചോദിച്ചോ? ഈ കമ്പനിയുടെ മൂലധനം എത്രയാന്ന് ചോദിച്ചോ? അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചോ? അതൊന്നും അല്ലല്ലോ ചോദ്യം. ചോദ്യം ഈ കിട്ടിയ മാസപ്പടി എന്ന് പറയുന്ന പൈസ, അത് നീ കമ്പനി നിയമം വായിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടെ എന്തിനാണ് SFI ഉണ്ടാക്കിയത്, എന്തിനാണ് അതുള്ളത്, അതിൻ്റെ അന്വേഷണ പരിധിയിൽ എന്തൊക്കെ പെടുന്നു. അതിൽ കമ്പനി മാത്രമല്ല, ക്യാപിറ്റൽ മാർക്കറ്റും ഫണ്ട്, ഇവിടെ ഫണ്ട് സൈഫണിങ് ഉണ്ട്. ഇപ്പം നേരത്തെ ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെയോ അല്ലെങ്കിൽ ജന്മഭൂമിയോ ഏത് ഭൂമിയാവട്ടെ ആളുകളുണ്ടെങ്കിൽ അതും ഇതിൽ വരണം. കാരണം അത് സൈഫണിങ് ഓഫ് ഫണ്ടാണ്. ആ ഫണ്ട് നിയമപരമായി അവർ ഉപയോഗിച്ചിട്ടുണ്ടോ, അത് സൈഫണിങ് ആണോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കാം. അല്ല, ഒരു സെക്കൻഡ് ശ്രീ CR, ഇവിടെ ശ്രീ അനിൽകുമാർ ഇങ്ങനെ ജന്മഭൂമി, കർത്ത, ഇങ്ങനെയൊക്കെ BJPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. GK സുരേഷ് ബാബു കേസരി, ഇപ്പൊ ഇദ്ദേഹം ജന്മഭൂമി ഉദ്ധരിക്കുമ്പോൾ എനിക്ക് കേസരിയും ഉദ്ധരിക്കാമല്ലോ, പറഞ്ഞിരിക്കുന്ന ഒരു വാചകം കേട്ടോണം. 135 കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമായി കോഴ നൽകി 10,000 കോടിയിലേറെ സമാഹരിച്ച പ്രതിഭാശാലിയായ വ്യവസായി ശശിധരൻ കർത്തായ്ക്ക് 2009-10 പത്മശ്രീ നൽകാനും ശുപാർശ ചെയ്തിരുന്നു. ശുപാർശ വ്യവസായ മന്ത്രിയായിരുന്ന CATU നേതാവ് എളമരം കരീമിൻ്റെതായിരുന്നു. എന്തിനാണ് പോയത്? ഈ കാര്യം കൂടി വരണ്ടേ? അങ്ങനെയെങ്കിൽ ശ്രീ അനിൽകുമാർ അങ്ങയുടെ കൂടെ വരുമ്പോൾ അങ്ങനെ മറുപടി പറഞ്ഞോളൂ. കാരണം അങ്ങ് ജന്മഭൂമി പറഞ്ഞതുകൊണ്ട് ഞാൻ കേസിനും കൂടെ പറഞ്ഞതേ ഉള്ളേ, അങ്ങ് പറഞ്ഞതുകൊണ്ട് മാത്രം. ശ്രീ CR പറഞ്ഞോളൂ. ഈ കർത്താവിന്റെ അനിയന് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ, അത് വളരെ രസമുള്ളൊരു കാര്യമാണ്, കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ സെനറ്റിലേക്ക് സർക്കാരിന്റെ നോമിനേഷൻ വന്നപ്പോൾ, സർക്കാർ നോമിനേറ്റ് ചെയ്യാം, സെനറ്റിലേക്ക് ആരെ നോമിനേറ്റ് ചെയ്യാം, അത് ആഘോഷിക്കാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വന്ന് സമ്മേളനം നടത്തി. കർത്തായുമായി ബന്ധമുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, കർത്തായുടെ ബന്ധുവായ മന്ത്രി ഉണ്ടായിരുന്നില്ലേ? ഞാൻ അന്ന് ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കർത്തായുമായി ബന്ധുത്വമുള്ള മന്ത്രിയും ഉണ്ടായിരുന്നല്ലോ. എനിക്കറിയില്ല, അത് ബന്ധം ഉണ്ടായിക്കോട്ടെ, ബന്ധമുള്ളത് കൊണ്ട് മാത്രം ഒരാൾ തട്ടിപ്പുകാരനാണ് എനിക്ക് അവർ തമ്മിലുള്ള ഈ ഇടപാടിലെ എനിക്കറിയില്ല. കർത്താവൊന്നും കാണാതിരിക്കില്ലല്ലോ ആ കാര്യത്തിൽ, ഈ കാര്യങ്ങളിലൊന്നും ഒന്നും കാണാതിരിക്കില്ലല്ലോ. അല്ല, അതുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ വേണു, ഞാൻ പ്രത്യക്ഷമായി കണ്ട കാര്യം പറഞ്ഞ്, കർത്താവിന്റെ അനിയനെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത അതിനാഘോഷിക്കാൻ ഞാൻ ആ സമ്മേളനത്തിന് പോകരുത്. ഞാനിപ്പോൾ പറയാലോ, സഖാവ് VS അച്യുതാനന്ദനോട് 10 പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ നേരിൽ കണ്ടു പറഞ്ഞു, അങ്ങ് ഇതിൽ പോകരുത്. കാരണം ഇവിടെ കൊള്ള നടത്തുന്ന കമ്പനിയാണ്, പെരിയാറിലെ വെള്ളം നശിപ്പിക്കുന്ന കമ്പനിയാണ്. ഇപ്പൊ അനിൽകുമാർ ചോദിച്ചില്ലേ എന്താ കൊടുക്കുന്ന സഹായം എന്ന്? മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരില്ല. ഞങ്ങൾ എത്ര പറഞ്ഞാലും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇന്ന് പൂട്ടിക്കേണ്ട കമ്പനിയായത്. അത് ആരുടെ കീഴിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്? ആരാ പരിസ്ഥിതി വകുപ്പ് നോക്കുന്നത്? ആ പരിസ്ഥിതി വകുപ്പ് നോക്കുന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ മകൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിൽ എതിര് പറയുക തന്നെ ചെയ്യും. കാരണം അത് തുറന്ന് കാണിക്കുക തന്നെ വേണം. കാരണം ഇത് പെരിയാറിന്റെ വിഷയമാണ്. അങ്ങനെ വരുമ്പോ CR അങ്ങനെ വരുമ്പോ ചോദ്യം, നാം CPM-നെ മാത്രമല്ല വിമർശിച്ച് പറയേണ്ടത്, ഈ നിയമസഭ കർത്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണോ? സംശയമൊന്നുമില്ല. ഈ നിയമസഭ ഇന്ന് പ്രതിപക്ഷത്തെ അടിച്ചു പുറത്താക്കിക്കൊണ്ട് കർത്തയുടെ സഭയായി മാറുകയായിരുന്നോ എന്ന ചോദ്യമാണ് സ്വാഭാവികമായി ഉയരുന്നത്. ഞാൻ പറയുന്ന ഇതിൽ പ്രതിപക്ഷത്തിന് ഒഴിയാൻ ഒരു വഴിയില്ല. പ്രതിപക്ഷത്തിനൊന്നും ഞാൻ ഒഴിവാക്കുന്നില്ല. പക്ഷേ പ്രതിപക്ഷം നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ കാശ് വാങ്ങി, കോർപ്പറേറ്റിൽ നിന്ന് പണം വാങ്ങി അത് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ അന്വേഷിക്കട്ടെ, അത് അന്വേഷിച്ച് പിടിക്കട്ടെ. ഉമ്മൻചാണ്ടി വീട്ടിൽ കൊണ്ടുപോയെങ്കിൽ, പിണറായി വിജയൻ വീട്ടിൽ കൊണ്ടുപോയെങ്കിൽ. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഏറ്റവും പ്രധാനമായ വിഷയം കമ്പനി ആക്ടിന്റെ വയലേഷൻ ഉണ്ടെന്ന്. കമ്പനി ആക്ടിന്റെ വയലേഷൻ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് രജിസ്റ്റർ ഓഫ് കമ്പനി. അത് കീറക്കടലാസ് അല്ല അനിൽകുമാറെ, അത് കീറക്കടലാസ് അല്ല. അല്ല, ആ ഭാഗമല്ല അനിൽകുമാർ പറഞ്ഞത്. അനിൽകുമാർ പറഞ്ഞ 135 കോടിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കോഴയുടെ കാര്യമാണ്. അല്ല, ഞാൻ രാഷ്ട്രീയ കോഴയുടെ അല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കടലാസ്
കീറക്കടലാസ് അല്ലല്ല, ആ 135 കോടി രേഖപ്പെടുത്തപ്പെട്ട കടലാസ് കീറക്കടലാസ് ആയിക്കോട്ടെ, എന്നാണ് അതായിക്കോട്ടെ. അനിൽകുമാർ പറഞ്ഞത്. പക്ഷെ അതിൽ പണം അല്ല, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ROCയുടെ വരണേ. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ROCയുടെ വരണേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കോടതിയിൽ കേസ് വരുന്നത്. അല്ല, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ SFIO വരുന്നത്. ഈ SFIO കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്ന്. ശരി, എൻകൗണ്ടർ അവസാന ഘട്ടത്തിലേക്ക് ശ്രീ കെ അനിൽകുമാർ അങ്ങേക്ക് മറുപടി പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട CR പറഞ്ഞല്ലോ, അതായത് ഈ കരിമണൽ കമ്പനി എന്ന് പറയുന്നത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. ശരിയാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പരാതി ഉണ്ടാക്കണം, നിയമ നടപടി ഉണ്ടാക്കണം. ആരുവ നിയമ നടപടി ഉണ്ടാക്കിയാൽ ഒരു സർക്കാരിന് മൂടി വെക്കാനാവില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരാൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കേസ് കൊടുക്കുന്നു. CRന്റെ സുഹൃത്തായ ഒരാൾ കേസ് കൊടുത്തപ്പോൾ CR പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നില്ല. കേരള സർക്കാർ ഇങ്ങനെ ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മൂവാറ്റുപുഴയാർ അല്ലെങ്കിൽ പെരിയാർ മലിനമാക്കി എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നില്ല. മൂവാറ്റുപുഴ കോടതി ചോദിച്ചു, നിങ്ങൾ ഈ കേരള സർക്കാർ ഇക്കാര്യത്തിൽ തെറ്റായത് എന്തെങ്കിലും ചെയ്തോ? ചെയ്തിട്ടില്ല. പിന്നിങ്ങനെയാണ് വിജിലൻസ് അന്വേഷണത്തിൽ വിടുന്നത്. അതാണ് വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞത്. അതാണ് ബഹുമാനപ്പെട്ട AK ബാലൻ പറഞ്ഞത്. അപ്പോൾ ഹൈക്കോടതിയിലേക്ക് റിവിഷൻ പോയി. റിവിഷൻ പോയപ്പോൾ ഹർജിക്കാരൻ ഭരിച്ചാൽ ഒരു അമിക്കസ് ക്യൂറി വെച്ച് അതിന്റെ ഫർദർ നടപടിയാണ് ആലോചിച്ചത്, അല്ലാതെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെ കുറിച്ച് അല്ല ആലോചിച്ചത്. അല്ല, അങ്ങനെയല്ല. ഹർജിക്കാരന്റെ ബന്ധുക്കൾക്ക് ഇതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഈ കേസ് അവസാനിക്കാൻ പോകുന്ന ഘട്ടത്തിൽ കോടതി മുൻകൈ എടുത്ത് അമിക്കസ് ക്യൂറിയെ വെക്കുന്നു. ഇല്ലില്ലില്ല, ഞാൻ പറയട്ടെ സാർ. ആദ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവില് ഈ സർക്കാരിനെതിരെ ഒന്നുമില്ല, അഴിമതി ആരോപണം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ കേസ് നിൽക്കുമെന്ന് കോടതി ചോദിച്ച് തള്ളി. വിജിലൻസിന് വിടാനുള്ള ഹർജി തള്ളി. അതിന്റെ റിവിഷനാണ് ഹൈക്കോടതി നിൽക്കുന്ന ഒരു കേസ്. അതുകൂടാതെ ഷോൺ ജോർജിന് കൊടുത്ത കേസ് വേറൊരു കോടതിയിലാണ്. ഇത് രണ്ടാണ് കാര്യം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ എന്താ കോടതി നടക്കുന്നത് മനസ്സിലാക്കിയേ പറയാവൂ. ഷോൺ ജോർജിന്റെ കേസ് എന്ന് പറയുന്നത് വേറൊരു റിട്ടാണ്. ആ റിട്ടിനകത്താണ് 210 എൻക്വയറി പറഞ്ഞത്. 210 പറഞ്ഞല്ലേ, 212 കൂടെ വേണമെന്നോ? ആയിക്കോട്ടെ. ചോദ്യം എന്താണ്? എന്റെ ഇതാ ഉത്തരവിന്റെ കോപ്പി ഇരിപ്പുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? എന്തുകൊണ്ട് നിയമസഭയ്ക്ക് ചർച്ച ചെയ്യാൻ പാടില്ല? ഇതിന്റെ സെക്ഷൻ 210(2) പറയണം. ഈ നിയമത്തിന്റെ എന്താ പറയുന്നറിയാമോ? ഇങ്ങനെ ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കാൻ തുടങ്ങിയാൽ സംസ്ഥാന സർക്കാരിന്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയോ ഓരോ ഏജൻസിയും പിന്നെ അതിന്റെ മേലെ ഒരു നടപടി എടുക്കാൻ പാടില്ല എന്ന് 210(2) അബ്സല്യൂട്ട് ബാനാണ്. ഇത് പിന്നെ നിയമസഭ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം. ഞാൻ പറയുന്നത് 210 എന്ന് പറയുന്നതിന്റെ സബ്സെക്ഷൻ 2, 212(2) ഇപ്പൊ ചർച്ചയ്ക്ക് നേരെയില്ല, പിന്നെ പോയി വായിച്ചോ. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്? എന്താ സീരിയസ് ഫ്രോഡ്? അത് തന്നെ അടുത്ത ചോദ്യം പറയാം. രണ്ട് വ്യക്തികൾ തമ്മിൽ കരാർ പ്രകാരം ഇടപാട് നടത്തുമ്പോൾ കരാറിന്റെ ഉള്ളിലുള്ള കാര്യം പരിശോധിക്കുന്നത് സിവിൽ കോടതിയാ. എന്താണ് സീരിയസ് ഫ്രോഡ്? കമ്പനി നിയമത്തിൽ ലംഘനമുണ്ടോ? വീണ വിജയന്റെ കമ്പനിക്കകത്ത് ലംഘനമുണ്ടെങ്കിൽ അത് സീരിയസ് ഫ്രോഡ് ഉണ്ടെ അന്വേഷിച്ചോട്ടെ. മറ്റു കമ്പനികളുടെ കമ്പനി നിയമം ലംഘിച്ചിട്ടുണ്ടെ അവർ അന്വേഷിച്ചോട്ടെ. പക്ഷെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ ഏത് ഭാഗത്ത് അന്വേഷിക്കുന്നത്? അദാനി ചെയ്തതുപോലെ ഷെൽ കമ്പനി ഉണ്ടാക്കി ഓഹരി മാറ്റിയോ? അന്വേഷിക്കാം. അത് ചെയ്യത്തില്ല. ഈ സീരിയസ് ഫ്രോഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദാനിയെ കുറിച്ച് അന്വേഷിക്കാനാ ചെയ്യേണ്ടത്. അദാനിയെ കുറിച്ച് അന്വേഷിക്കില്ല കേട്ടോ. പിന്നെ ആരെ കുറിച്ച് അന്വേഷിക്കും? ജന്മഭൂമി നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത കർത്താവിന്റെ കമ്പനിയെ കുറിച്ച് അന്വേഷിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുക? അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെ അപമാനിക്കാൻ ബി.ജെ.പിക്കാരെ UDF-നും LDF-നും ഒക്കെ എതിരെ ഒരു പാരയുണ്ടാക്കി. അതാണ് ഈ ഇന്റർ സെറ്റിൽമെന്റ് കടലാസ്. അത് നിങ്ങൾ ആഘോഷിക്കുന്നു. അതിൽ ഞങ്ങളെ മാത്രം ഒറ്റതിരിഞ്ഞ് ബി.ജെ.പിക്കാർക്ക് വേണ്ടി ബി.ജെ.പിക്കാരുടെ കൂടെ കേരളത്തിലെ UDF-കാരും കോൺഗ്രസുകാരെല്ലാം കൂടെ ചെന്ന് ഉമ്മൻചാണ്ടി കള്ളപ്പണം വാങ്ങിച്ചു, അത് കുഴപ്പമില്ല. ചെന്നിത്തല കള്ളപ്പണം വാങ്ങിച്ചു, കുഞ്ഞാലിക്കുട്ടി കള്ളപ്പണം വാങ്ങിച്ചു, അതൊക്കെ ഞങ്ങൾ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഉത്തരം പറയേണ്ടത് എന്താണ്? പിണറായി വിജയന്റെ മകൾ. ഞങ്ങളുടെ ശീലം എന്താ? അതാണ് ഞങ്ങളുടെ പോയിന്റ്. ഞങ്ങൾ 7 കൊല്ലത്തിനടയ്ക്കെന്നല്ല. CPM ഒരു കോർപ്പറേറ്റിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാത്ത പാർട്ടിയാണ്. ഇന്ത്യ രാജ്യത്ത് കോർപ്പറേറ്റ് മുതലാളിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാത്ത പാർട്ടിയാണ്. ഏക പാർട്ടിയല്ല, ഇടതുപക്ഷ പാർട്ടികൾ. ഞങ്ങൾ പണം വാങ്ങാറില്ല. അപ്പൊ ഞങ്ങൾക്ക് ആ ശീലമില്ല. ഏതെങ്കിലും ഒരുത്തം വെള്ളക്കടലാസ് PV എന്ന് എഴുതി വെച്ച പിണറായി വിജയന്റെ പേരങ്ങ് പോകത്തില്ല.
ഞങ്ങൾ തല കുനിയത്തില്ല. കാരണം എന്താണ്, അങ്ങനെ PV പൈസ വാങ്ങുന്ന ആളല്ല. ശരി ശരി അതുകൊണ്ടോ ഇത് ശരി ഒരു ശരി കാര്യം, പക്ഷേ ഈ കർത്താവിന്റെ അല്ലല്ല കമ്പനിയുടെ ഇതൊക്കെ ഏതെങ്കിലും ഇവിടെ ഇരുന്ന് പേരുകളാണോ മാത്രമല്ല ഇത്? പറയേണ്ടത്. ഒരാൾ നിയമസഭയ്ക്കകത്ത് വെള്ളക്കടലാസ് എഴുതി വെച്ചാൽ പ്രതിപക്ഷം അറിയാമോ? ഈ കാര്യങ്ങളെല്ലാം ഉന്നയിക്കുമ്പോൾ അവിടെയാണ് അത് അതിന് പറയേണ്ടടുത്ത് പറയാം. മറുപടി പറയേണ്ടത്. അത് ഞങ്ങൾ എന്തായാലും പറയേണ്ടടുത്ത് എന്തായാലും പറയുന്നത്. എന്തായാലും അത് നിയമസഭയല്ല. നിയമസഭ കാരണം ഇന്ന് എന്താണ്? പ്രവർത്തിച്ചത് നിയമസഭയിൽ ആർക്കു പറയാൻ വേണ്ടിയാണ് പാടില്ല. എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. പാടില്ല ഒരു എന്ന് കാര്യം ഉത്തരവ്. CPIM നിയമം ഓർമ്മിക്കണം, ഈ നോക്കണം. നിയമസഭയ്ക്ക് ഒരു കർത്താവേ ഉള്ളൂ, നിയമം നോക്കൂ. അത് ജനങ്ങളാണ്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു.